ചർച്ചിൽ കണ്ടൊരു ഇൻസ്ട്രുമെൻ്റ് ആട്ടോ. ഇത് കണ്ടോ, ഇത് ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സ്ഥലം കണ്ട്. ഇന്ത്യക്കാരനെ പോലെ ഒരാളെ കണ്ട് സംസാരിച്ചപ്പം ആള് ഈസ് ഫ്രം നേപ്പാൾ. പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫുഡാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുത്ത ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കസബുബു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാം കേട്ടോ. അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകണം. അപ്പോൾ നമ്മളൊരു ഓട്ടോ, നമ്മുടെ നാട്ടിലെ ഓട്ടോ എന്ന് പറയുന്ന ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഇതിന് പറയുന്നത് വാട്ട് ഇസ് കോൾഡ് ദിസ് വെഹിക്കിൾ ഹിയർ? ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ പറയുന്ന ട്രയാങ്കിൾ. നമ്മളപ്പം യാത്രയിലാണ്, യാത്രയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും പുറകിൽ 3 പേരിരിക്കും, ഫ്രണ്ടിലെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരിരിക്കും. 6 പേര് യാത്ര ചെയ്യുന്ന ഇതാട്ടോ. നമ്മൾ വേണ്ടി ഇതിനാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുള്ള ദിവസം കേട്ടോ. നമ്മളിവിടെ വന്നപ്പം ഈ ചർച്ചിൽ കണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആട്ടോ. നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും എവിടെയെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാണുമല്ലോ. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ചിൽ കണ്ടൊരു ഇൻസ്ട്രുമെൻ്റ് ആട്ടോ. ഇത് കണ്ടോ, ഇത് ഉണ്ടോ, നല്ലതല്ലേ, അടിപൊളിയല്ലേ. നമ്മളിവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, ഇടയ്ക്ക് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സ്ഥലം കണ്ട് അവിടെ കയറി നോക്കിയപ്പോഴത്തേക്കിനും ഒരു ഇന്ത്യക്കാരനെ പോലെ ഒരാളെ കണ്ട് സംസാരിച്ചപ്പം ആൾ ഈസ് ഫ്രം നേപ്പാൾ. ആക്ച്വലി ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കിനും നോർത്ത് ഇന്ത്യൻസിൻ്റെ ബിഹേവിയറിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാം വ്യത്യാസമായിരുന്നു. വേറെ സംസാരിക്കാൻ സമയം കണ്ടെത്തി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. സോ ചില ആൾക്കാരുണ്ട് നമ്മളിപ്പം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളോട് കണ്ട് സംസാരിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ആൾക്കാർ ചിലർ മൈൻഡ് വരും ചെയ്തില്ല. പക്ഷേ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒത്തിരി സന്തോഷമാണ്. പുള്ളിക്കാരൻ ഓൾറെഡി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത്. സോ അതിൻ്റെതായ ഒരു സന്തോഷം പുള്ളിക്കാരൻ. ഞാൻ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ ഇടുക്കിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെരി ഹംബിൾ ഗൈ. സോ ഗൈസ്, നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചില്ലി ചിക്കൻ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കൂട്ടത്തിലുള്ളവർക്ക് അവിടെ ഫുഡ് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവർ എടുത്തിരിക്കുന്നത് ഫിഷാണ് കേട്ടോ. ഫിഷിൻ്റെ ഒരു ഇതാണ്. ഞാനിവിടെ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫുഡാണ് കേട്ടോ. ചില്ലി ചിക്കൻ ആണെങ്കിലും നല്ലതാണ്. ഒരു ഇന്ത്യൻ രുചിയൊക്കെ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി. സോ ഗൈസ്, നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നമ്മളൊരു ബയ്യാനെ പരിചയപ്പെട്ട. ഹീസ് ഫ്രം നേപ്പാൾ. So Bhaiya, hi. I heard that you are from Nepal, right? Yes. You've been there in Kerala. 10 years in the Kerala. Okay. Very happy to see you here. Please share the location so anybody is from India, they can come and they can enjoy their food. Yes. This area names is Kitona, Okay. Lemba, region in Kinshasa. DRC Congo. Okay. Anybody is in here, the Indians, Nepalese, you can meet me and call me and send me message. Sure. And you have orders, you can give me orders. Okay. And So, India, what kind of food you can prepare? Even somebody coming from Kerala or from India, from Nepal, you can cook special food for them? Yes, it is actually with Mexican food, but if you give me order, I will make Indian and Chinese and Kerala style also. Thank you so much. Thank you so much. Even he prepared for me last days a very nice food, like especially like Kerala food. Thank you so much, Bhaiya. So I will inform people to come and meet you. Thank you so much. Okay. സോ ഗൈസ്, ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പം ഈ പരിസരത്തുള്ളവർ വരിക, ഫുഡ് കഴിക്കുക, ആഘോഷിക്കുക കേട്ടോ.